ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണുന്നത് യൂസിങ് റോ റിഡക്ഷൻ മെത്തേഡ്. സോ ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് കാണാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1/determinant A ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പക്ഷേ ചില ക്വസ്റ്റ്യൻസിൽ നമ്മളോട് എടുത്ത് പറയും ഫൈൻഡ് ദി ഇൻവേഴ്സ് യൂസിങ് റോ റിഡക്ഷൻ മെത്തേഡ് എന്ന്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് തന്ന ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തരും, എന്നിട്ട് അതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുക. അതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫോം എന്ന് പറയുന്നത് എ ബാർ ഐ. ഇതാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ ഫോം. ആക്ച്വലി എ ബാർ ഐ എന്ന് പറയുന്നതിലുള്ള എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് ഓൾറെഡി തരും. ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും 2, 3, 4, 5. ഇതാണ് നമ്മളെ എ എന്ന് പറയുന്ന മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് എ ബാർ ഐ ആണ്. അതായത് എ എന്ന് പറയുന്ന ഇതേ മെട്രിക്സ് എഴുതുക, ഒരു ബാർ ഇടുക, എന്നിട്ട് ഐ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ തന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2/2 ഓർഡർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതേണ്ട ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താവണം? 1 0 0 1 ആവണം. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആണ് ഈ എഴുതിയിരിക്കുന്ന മെട്രിക്സ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് തന്ന ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുക എന്നുള്ളതാണ്. സോ അത് എഴുതി കഴിഞ്ഞാൽ ഇനി നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് റോ ഓപ്പറേഷൻസ് ചെയ്തിട്ട്, ഇപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ ഓക്കെ ആയിക്കോളും. റോ ഓപ്പറേഷൻസ് ചെയ്തിട്ട് നമ്മളെ എയിം എന്ന് പറയുന്നത് ഈ മെട്രിക്സിനെ മാറ്റി മാറ്റി ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റണം. 1 0 0 1 ആക്കി മാറ്റുക. അതിന് കറസ്പോണ്ടിങ് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 വാല്യൂസ് നമുക്ക് കിട്ടും. അപ്പം ഓപ്പറേഷൻസ് ചെയ്തിട്ട് നമ്മളെ ഒറിജിനൽ എ എന്ന് പറയുന്ന മെട്രിക്സിന് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് വാല്യൂസ് കിട്ടും. ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് ഉള്ള മെട്രിക്സ് ആയിരിക്കും നമ്മുടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ആക്ച്വൽ പ്രൊസീജിയർ. സോ ആദ്യം കേൾക്കുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ക്ലാസ് മുഴുവൻ കേട്ട ശേഷം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയിരിക്കും. സോ ഇതാണ് നമ്മളെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലോട്ട് നിങ്ങൾ നോക്കൂ. ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1 4 2 10 യൂസിങ് റോ റിഡക്ഷൻ മെത്തേഡ്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആണ്. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് എ ബാർ ഐ. അപ്പോൾ അതാണ് ഈ എഴുതിയിരിക്കുന്നത്. 1 4 2 10 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഒരു ബാർ ഇടുക, കറസ്പോണ്ടിങ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എഴുതുക 1 0 0 1. ഇനി നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിലുള്ള ഈ എലമെൻസിന് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ടുള്ള 1 0 0 1 ആക്കി മാറ്റണം. അപ്പം ഫസ്റ്റ് എലമെൻ്റ് തന്നെ 1 ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഉദ്ദേശം. സോ തന്ന ക്വസ്റ്റ്യനിലുള്ള ഫസ്റ്റ് എലമെൻ്റ് 1 തന്നെയാണ്. അപ്പോൾ അതിന് ഇനി മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. സോ അതിനെ നമ്മൾ 1 ആയിട്ട് തന്നെ വെക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ നോക്കുക. തൊട്ട് താഴത്തെ എലമെൻ്റ് ആയിട്ടുള്ള 2നെ മോഡിഫൈ ചെയ്യാൻ നോക്കുക. ആ 2നെ നമ്മൾ എന്താക്കണം? ഇനി 0 ആക്കണം. അതാണല്ലോ സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ ആ 2നെ 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക. ആ 2നെ 0 ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷനാണ് R2 ഇംപ്ലൈസ്, അതായത് സെക്കൻഡ് റോ. ഇത് ഫസ്റ്റ് റോ ആണ്, ഇത് സെക്കൻഡ് റോ ആണ്. സോ R2 ഇംപ്ലൈസ് R2 മൈനസ് 2 ഇൻറ്റു R1. ഇങ്ങനെ വേണം നമ്മൾ റോ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? R2 എന്ന് പറയുന്നത് 2 ആണ്. 2 മൈനസ് 2 ഇൻറ്റു R1 എന്ന് പറയുന്ന എലമെൻ്റ് ഏതാണ്? 1 ആണ്. സോ 2 മൈനസ് 2 എന്ന് പറയുന്നത് നമുക്ക് 0 കിട്ടില്ലേ? സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഓപ്പറേഷൻ R2 ഇംപ്ലൈസ് R2 മൈനസ് 2 R1 എഴുതുന്നത്. R2 ഇംപ്ലൈസ് കൊടുക്കാൻ കാരണം സെക്കൻഡ് റോക്കാണ് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. സോ ഏത് റോക്കാണോ മോഡിഫിക്കേഷൻ ദാറ്റ് ഇംപ്ലൈസ് എന്താണോ ഓപ്പറേഷൻ അതെഴുതുക. അപ്പോൾ നമുക്ക് അത് 0 ആയി. ആ സമയത്ത് നമ്മൾ R2 ഇംപ്ലൈസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഇത് മുഴുവൻ സെക്കൻഡ് റോ ആണ്. സോ ഇതിന് മൊത്തം നമ്മൾ എന്ത് ചെയ്യണം? മോഡിഫിക്കേഷൻ വരുത്തണം.
ഒരു എലമെൻറ്റിന് മാത്രമല്ല മുഴുവൻ എലമെൻറ്റിനും R2 സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സ് ആണ് ഇത് മുഴുവനും. സോ അതിലുള്ള എല്ലാ എലമെൻറ്റ്സിനും മോഡിഫിക്കേഷൻ വരുത്തുക. അപ്പോൾ ഈ 10ൻ്റെ കേസിൽ എന്ത് വരും? 10 മൈനസ് R2 മൈനസ് 2 ഇൻറ്റു R1. അതിന് കറസ്പോണ്ടിങ് R1 ഏതാണ്? 4 ആണ്. സോ 10 മൈനസ് 2 ഇൻറ്റു 4 എന്ന് വരും. അതായത് എന്ത് വരും? 10 മൈനസ് 8 ദാറ്റ് ഈസ് 2 എന്ന് കിട്ടിയല്ലോ. ഇനി അടുത്ത എലമെൻറ്റ് 0 മൈനസ് 2 ഇൻറ്റു R1, 2 ഇൻറ്റു 1, അതായത് 0 മൈനസ് 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് -2 എന്ന് വന്നു. ഇനി അടുത്ത എലമെൻറ്റ് 1 മൈനസ് 2 ഇൻറ്റു 0 ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. സോ മൊത്തം എലമെൻറ്റ്സിന് മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ എലമെൻറ്റ് 0 ആയി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ തൊട്ടടുത്ത എലമെൻറ്റിനെ 1 ആക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിനെ 1 ആക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഇതിന് തൊട്ട് താഴെയുള്ള എലമെൻറ്റിനെ 0 ആക്കുക. ദെൻ തേർഡ് സ്റ്റെപ്പ് ആ 0യ്ക്ക് അടുത്ത എലമെൻറ്റിനെ 1 ആക്കുക. എന്നതിന് ശേഷം ഫോർത്ത് സ്റ്റെപ്പിലാണ് ഈ 4നെ നമ്മൾ 0 ആക്കാൻ നോക്കുന്നത്. ഈ ഒരു ഓർഡർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യുന്നത് എളുപ്പമായിരിക്കും. ഓക്കെ, സോ നമ്മൾ തേർഡ് സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2നെ എന്താക്കണം? 1 ആക്കണം. അപ്പോൾ 2നെ 1 ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോഴാണ് നമുക്ക് R2 മൈനസ് 2 നമുക്ക് വേറൊരു ഓപ്പറേഷൻ ചെയ്താൽ നമുക്ക് എന്ത് പറ്റും? ഈ 0 എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും എലമെൻ്റ് ആയി പോകും. അതുകൊണ്ട് നമുക്ക് റോ വൈസ് R2 മൈനസ് R1, R2 മൈനസ് 1/2 ഇൻറ്റു R1 അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം അപ്പോൾ ഇവിടുത്തെ എലമെൻറ്റ് 0 മാറിപ്പോവും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് R2 ഇംപ്ലൈസ് R2/2 അല്ലെങ്കിൽ R2 ഇൻറ്റു 1/2 ഏത് വേണമെങ്കിൽ നമുക്ക് പറയാം. R2/2 എന്ന് പറയുമ്പോൾ 2/2 എന്ന് പറയുന്നത് 1 ആക്കി കിട്ടുമല്ലോ. സോ ദിസ് ബൈ 2 എന്ന് ചെയ്താലും 0/2 0 തന്നെ ആയിരിക്കും, ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ അവിടെ 1 ആക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ അത് പോസിബിൾ എന്നുള്ളത് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കത് ഓക്കെ ആയിക്കോളും. സോ അങ്ങനെ നമ്മൾ R2 ഇംപ്ലൈസ് R2/2 എന്നുള്ളൊരു ഓപ്പറേഷൻ ചെയ്യുന്നു. അപ്പം മുഴുവൻ റോയ്ക്കും നമ്മൾ എന്ത് ചെയ്യണം? ആ ഓപ്പറേഷൻ ചെയ്യണം. ആ ഒരു എലമെൻറ്റിന് മാത്രം ചെയ്താൽ പോരാ. അപ്പോൾ നമ്മൾ ഈ മുഴുവൻ എലമെൻറ്റ്സിനും ദാറ്റ് ഓപ്പറേഷൻ ചെയ്യുക. അപ്പോൾ 0/2 0 വരും, 2/2 1 വരും, -2/2 എന്ന് പറയുമ്പോൾ -1 വരും, 1/2 ഈസ് 1/2. മുഴുവൻ എലമെൻറ്റ്സിനും മോഡിഫിക്കേഷൻ വരുത്തി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ 4നെ 1 ആക്കുക, അല്ല 0 ആക്കുക. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എലമെൻറ്റ്സ് ഒക്കെ ഐഡൻറ്റിറ്റി മെട്രിക്സായി മാറും. സോ ഈ 4നെ 1 ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണെന്ന് നോക്കി നോക്കൂ. R1 4 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലുള്ളത്. ദാറ്റ് റോയ്ക്ക് ഇംപ്ലൈസ് എന്ത് മോഡിഫിക്കേഷനാണ് വരുത്തുന്നത്? R1 മൈനസ് 4 ഇൻറ്റു R2. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, ഈ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. 1 മൈനസ് 4 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ ആ 1-നൊരു മാറ്റവും വരാൻ പോകുന്നില്ല. സോ ആ 1-ന് മാറ്റം വരാതെ വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് കുറേ സ്റ്റെപ്പിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പം ഇനി അടുത്ത 4 മൈനസ് 4 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ നമുക്കത് 0 ആയി മാറും. സോ അത് 0 ആയി കഴിഞ്ഞു. അതേപോലെ ആ മൊത്തം റോയ്ക്ക് മാറ്റം വരുത്തണം. ഇനി 1 മൈനസ് 4 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ 1 + 4 ഈസ് 5 എന്ന് വരും. ഇനി 0 മൈനസ് 4 ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? -2 എന്ന് വരും. സോ മൊത്തം മാറ്റം വരുത്തി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ മോഡിഫൈ ചെയ്ത് അവസാനം നമുക്ക് എന്തിലോട്ടെത്തി? നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സിലോട്ടെത്തി. അപ്പോൾ ഇവിടെ നമുക്കുള്ള മെട്രിക്സ് ഏതാണോ ഇതായിരിക്കും നമ്മൾ A ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ A ഇൻവേഴ്സ് കണ്ടെത്തുന്നത്. ആദ്യം കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം ഓപ്പറേഷൻസ് ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മതി. അതിന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ സെയിം പ്രൊസീജിയറാണ്. 1 5 4 6 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാം. ആദ്യം നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുന്നു. A/I ഫോമിൽ നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുന്നു. 1 0 0 1. ഇതാണ് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അങ്ങനെ വേണം എഴുതാൻ. അപ്പോൾ ഇനി നമ്മളെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് എലമെൻറ്റ് 1 ആണോ നോക്കുക. സോ അത് 1 ആണ്. സോ അതിന് ഇനി ഒരു മാറ്റവും വരുത്താനില്ല. സെക്കൻഡ് സ്റ്റെപ്പ് 1-ന് താഴെയുള്ള എലമെൻറ്റിനെ 0 ആക്കണം.
സോ അതിനെ 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എന്ത് ഓപ്പറേഷൻ ആയിരിക്കും ചെയ്യേണ്ടി വരിക? R2 ആ 4 എന്ന് പറയുന്നത് സെക്കൻഡ് റോയിലാണുള്ളത്. R2 ഇംപ്ലൈസ് R2 മൈനസ് 4R1 ചെയ്താൽ മതി. അപ്പോൾ 4 എന്തായി മാറും? 0 ആയി മാറും. സോ ആ 4 0 ആവുന്നതോടൊപ്പം തന്നെ മൊത്തം റോയ്ക്ക് മോഡിഫിക്കേഷൻ വരുത്തണം. അപ്പോൾ ഇനി അടുത്തത് 6 മൈനസ് 4 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ -14 വരും. ഇനി 0 മൈനസ് 4 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ -4 വരും. ഇനി 1 മൈനസ് 4 ഇൻറ്റു 0 എന്ന് പറയുന്നത് 1 എന്ന് വരും. സോ ആ റോ മൊത്തം മാറ്റിക്കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ -14നെ 1 ആക്കുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് 1, സെക്കൻഡ് സ്റ്റെപ്പ് 4നെ 0 ആക്കുക, തേർഡ് സ്റ്റെപ്പ് ആ -14നെ എന്താക്കുക? 1 ആക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ബൈ -14 ചെയ്താൽ പോരെ? ആ റോ ഡിവൈഡഡ് ബൈ -14 ചെയ്യുമ്പോൾ -14 ബൈ -14 1 ആയി കിട്ടുമല്ലോ. സോ R2 implies R2 ഇൻറ്റു 1 ബൈ -14 ആണ്. -1 ബൈ -14 അല്ല, അല്ലെങ്കിൽ -1 ബൈ 14 എന്ന് മാത്രം എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് R2 ഇംപ്ലൈസ് R2 ഇൻറ്റു -1 ബൈ 14 എന്നാണ് എഴുതേണ്ടത്. അവിടെ എഴുതിയാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം എന്ത് കിട്ടും നമുക്ക്? R2 ഇൻറ്റു -1 ബൈ 14 എന്ന് പറയുമ്പോൾ അത് 1 ആയി മാറും. അതേപോലെ മൊത്തം റോയ്ക്ക് മോഡിഫിക്കേഷൻ വരുത്തുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ 5നെ 0 ആക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷനാണ് R1 ഇംപ്ലൈസ് R1 മൈനസ് 5 ഇൻറ്റു R2. അപ്പോൾ R1 ഫസ്റ്റ് റോയിനെയാണ് മാറ്റം വരുത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് റോ -5 ഇൻറ്റു R2. അപ്പോൾ ആദ്യത്തത് 1 മൈനസ് 5 ഇൻറ്റു 0 എന്ന് പറയുന്നത് 1 തന്നെ കിട്ടും. ഇനി 5 മൈനസ് 5 ഇൻറ്റു 1 എന്ന് പറയുന്നത് 0 ആയി മാറി. ഇനി 1 മൈനസ് 5 ഇൻറ്റു 4 ബൈ 14 എന്ന് പറയുന്നത് -6 ബൈ 14 കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മൈനസ് 1 ഇൻറ്റു 4 ബൈ 14 എന്നല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വരും? 1 മൈനസ് 5 ഇൻറ്റു 4 ബൈ 14 ആണ്. R1 ഇംപ്ലൈസ് R1 മൈനസ് 5 ഇൻറ്റു R2 അല്ലേ. അപ്പോൾ R1 ഈസ് 1 മൈനസ് 5 ഇൻറ്റു 4 ബൈ 14 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വരും? 1 മൈനസ് 20 ബൈ 14 എന്ന് വരും. അപ്പം 1നെ 1 ബൈ 1 ആക്കി കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ 14 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 മൈനസ് 20 ബൈ 14 എന്ന് വരും. 14 മൈനസ് 20 ഈസ് -6 ബൈ 14 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണ് ആ -6 ബൈ 14 നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ അടുത്ത എലമെൻറ്റ് 0 മൈനസ് 5 ഇൻറ്റു R2 എന്ന് പറയുന്നത് -1 ബൈ 14. സോ 0 മൈനസ് 5 ബൈ 14 എന്ന് പറയുന്നത് 0 മൈനസ് -5 ബൈ 14 ദാറ്റ് ഈസ് +5 ബൈ 14 എന്ന് വരും. അപ്പോൾ ആ റോയും മാറ്റം വരുത്തി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടി ഐഡൻറ്റിറ്റി മെട്രിക്സ് 1 0 0 1. അതിന് കറസ്പോണ്ടിങ് മെട്രിക്സ് ഏതാണോ അതായിരിക്കും നമ്മളെ A ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ അതേപോലെ നമുക്ക് ഇനി ഓർഡർ 3 വരുന്ന മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇൻവേഴ്സ് കാണാമെന്ന് നോക്കാം. സോ ഓർഡർ 3 എന്ന് പറയുമ്പം 3/3 ഓർഡർ 3 റോസും 3 കോളംസും ഉള്ളൊരു മെട്രിക്സ് ആയിരിക്കും. അതിൻ്റെ ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുക A ബാർ I. അപ്പോൾ ഇത് ഓർഡർ 3 ആയതുകൊണ്ട് തന്നെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എഴുതുമ്പോൾ 1 0 0 0 1 0 0 0 1 എന്ന് എഴുതണം. ഇനി നമ്മൾ റോ ഓപ്പറേഷൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആലോചിക്കുക, നമ്മൾ എയിം എന്ന് പറയുന്നത് ഈ മെട്രിക്സിനെ മുഴുവനായിട്ട് ഐഡൻറ്റിറ്റി മെട്രിക്സിലോട്ട് മാറ്റാം. അപ്പോൾ ആദ്യത്തെ 2നെ നമ്മൾ എന്താക്കണം? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കുമ്പോൾ 2 ഫസ്റ്റ് എലമെൻറ്റ് 1 ആവണം. ആ 2നെ 1 ആക്കാൻ വേണ്ടിയിട്ട് R1/2 എന്ന് പറയുന്നൊരു ഓപ്പറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 എന്തായി മാറും? 1 ആയി മാറും. 2/2 1 ആവും.
ആ മാറ്റുന്ന സമയത്ത് മൊത്തം റോയ്ക്കും മാറ്റം വരുത്തണം എന്ന് ആലോചിക്കാം. അപ്പോൾ 2/2 1 ആവുന്നു, 0/2 എന്ന് പറയുന്നത് 0, 1/2 ആയി മാറും അടുത്ത എലമെൻറ്റ്. ദെൻ 1/2, 0/2, 0/2 ഒക്കെ 0 ആവുന്നു. സോ ഫസ്റ്റ് റോയിനെ മൊത്തം മാറ്റി ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ 1 ആക്കി കഴിഞ്ഞു. ഇനി അടുത്ത ഉദ്ദേശം എന്താണ്? അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് അതിലുള്ള ഫസ്റ്റ് എലമെൻറ്റിനെ 1 ആക്കിയ തൊട്ട് താഴെയുള്ള മുഴുവൻ എലമെൻസിനെയും 0 ആക്കുക. അതാണ് നമ്മളെ സെക്കൻഡ് സ്റ്റെപ്പ്. അത് അതേ ഒരു ഓർഡറിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ആ കോളത്തിലുള്ള ബാക്കി എലമെൻസിനെ 0 ആക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫസ്റ്റ് റോ വെച്ചിട്ട് വേണം നമ്മൾ ഓപ്പറേഷൻ നടത്തിയാൽ മതി. അതായത് സെക്കൻഡ് റോയ്ക്ക് എന്ത് മാറ്റം വരുത്തും? R2 + 2 × R1 ചെയ്താൽ പോരെ. -2 + 2 × 1 എന്ന് പറയുമ്പോൾ -2 + 2 എന്ന് വരും. അപ്പം അത് 0 ആയി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്യുന്നു. ഇനി തേർഡ് റോയ്ക്ക് എന്ത് മാറ്റം വരുത്തിയാൽ മതി? R3 × R3 + 5 × R1. അതായത് -5 + 5 × 1 എന്ന് പറയുമ്പോൾ -5 + 5 0 ആവുമല്ലോ. സോ അതാണ് നമ്മളെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റ് 1 ആക്കുക. അപ്പോൾ സപ്പോസ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണെങ്കിൽ പിന്നെ അതിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് 1 ആയിട്ട് തന്നെ ഇരിക്കും. പക്ഷേ ഇവിടെ 2 ആയതുകൊണ്ട് ആ 2വിനെ നമ്മൾ 1 ആക്കി കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിന് താഴെയുള്ള എലമെൻസിനെയൊക്കെ 0 ആക്കുക. ഇതിനെ 1 ആക്കുക എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതിനെ മൊത്തം 0 ആക്കുക എന്നുള്ളത് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ എലമെൻറ്റിന് എന്ത് ചെയ്യുക? 1 ആക്കുക. അപ്പോൾ ആ എലമെൻറ്റിനെ 1 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഓപ്പറേഷൻ ചെയ്യുന്നു? R2/3 ചെയ്താൽ പോരെ. അപ്പോൾ ആ എലമെൻറ്റ് 1 ആവുമല്ലോ. കാരണം നമ്മൾ ഐഡൻറ്റിറ്റി മാട്രിക്സ് ആലോചിച്ച് നോക്കുക. 1 0 0 0 1 0 0 0 1 ഫോമിലാണ്. അപ്പം ആ 3നെ 1 ആക്കുക. അതോടൊപ്പം തന്നെ അതിന് താഴെയുള്ള എലമെൻറ്റിനെയും കൂടി 1 ആക്കാൻ ശ്രമിക്കുക. കാരണം വേറെ ഒന്നിനല്ല, നമ്മൾ ചെയ്യുന്നത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതും കൂടി 1 ആക്കിയാൽ നമുക്ക് ചെയ്യുന്ന പ്രൊസീജിയർ എളുപ്പമായിരിക്കും. അപ്പം ഓരോ സ്റ്റെപ്പും എങ്ങനെ അതിലോട്ട് എത്തുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിന് നമുക്ക് മാക്സിമം പ്രാക്ടീസ് ചെയ്യലേ വഴിയുള്ളൂ. അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അത്രയും എളുപ്പവും ആയിരിക്കും. അപ്പോൾ ആ 3നെ 1 ആക്കാൻ വേണ്ടിയിട്ട് R2 × R2/3 ചെയ്യുന്നു. 5നെ 1 ആക്കാൻ വേണ്ടിയിട്ട് R3 × R3/5 ചെയ്യുന്നു. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് മൊത്തം റോയ്ക്കും ആ മാറ്റം വരുത്തണം എന്നുള്ളത് ആലോചിക്കുക. 3 മുഴുവൻ സെക്കൻഡ് റോയിലുള്ള എലമെൻസിനെ മാറ്റണം. അപ്പോൾ 5/3 ആവുന്നു, 1/3 ആവുന്നു, 1/3 ആവുന്നു. അതേപോലെ R3/5 ചെയ്യുമ്പം 5/5 1 ആവുന്നു. ദെൻ 17/2/5 എന്ന് പറയുമ്പോൾ 17/2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ എങ്ങനെ എഴുതുക? 17/2 × 5/1 ആയിട്ട് ഇമാജിൻ ചെയ്യുന്നു. അപ്പോൾ 17/2 × റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 1/5, അതായത് 17/10 എന്ന് കിട്ടുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ 17/10 എന്ന് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ആ റോയ്ക്ക് മൊത്തം മാറ്റം വരുത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് ആ 1നെ നമ്മൾ 0യ്ക്ക് താഴെയുള്ള അതിനെ 1 ആക്കി, അതേപോലെ തൊട്ട് താഴെയുള്ളതിനെയും 1 ആക്കി. ഇനി നമ്മൾ ആ 1നെ 0 ആക്കണം. കാരണം 1ന് താഴെയുള്ള എലമെൻറ്റ് എന്താവണം? 0 ആവണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? R3 - R2 ചെയ്യുമ്പം മുകളിലും 1 ആണ്, താഴെയും 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? 1 - 1 0 എന്ന് എഴുതാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൊട്ട് താഴെയും കൂടി 1 ആക്കുന്നത്, ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ R3ക്ക് ചെയ്യുന്ന ഓപ്പറേഷൻ R3 - R2 ആണ്. സോ ആ സമയത്ത് നമ്മൾ എല്ലാ എലമെൻസിനെയും മാറ്റം വരുത്തണം. അപ്പോൾ R3 എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളെ റോ, ദാറ്റ് റോ മൈനസ് സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഇതാണ്. സോ എല്ലാ എലമെൻസിനും മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റോ ഇങ്ങനെയായിരിക്കും. അപ്പോൾ അതും മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാക്കിൽ നിന്ന് മുകളിലോട്ട് പോവുക. അപ്പോൾ ലാസ്റ്റ് റോയിനെ എന്ത് ചെയ്യുക? ഐഡൻറ്റിറ്റിയിലോട്ട് മാറ്റാം. അപ്പോൾ ലാസ്റ്റ് റോയിൽ 0 0 കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുള്ള, ഇവിടെ 1 ആക്കുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അതിന് നമുക്കിവിടെ ഓൾറെഡി ഉള്ള വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1/30 ആണ് നമുക്ക് അവിടെ ഉള്ളത്. സോ ആ 1/30നെ നമുക്ക് 1 ആക്കിയാൽ മതി. സോ 1/30നെ 1 ആക്കാൻ വേണ്ടിയിട്ട് × 30 ചെയ്താൽ പോരെ. അപ്പോൾ R3 × R3 × 30 എന്നുള്ള ഓപ്പറേഷൻ ചെയ്യുന്നു. അപ്പോൾ മൊത്തം റോയ്ക്കും നമ്മൾ × 30 ചെയ്യണം. അപ്പോൾ 0 × 30 0 ആവുന്നു, 0 × 30 0,
ദെൻ 1/30 ഇൻറ്റു 30 1 വരുന്നു, ദെൻ 5/30 ഇൻറ്റു 30 5 വരുന്നു. അങ്ങനെ മൊത്തം റോയ്ക്കും മാറ്റം വരുത്തുന്നു. അപ്പം നമ്മൾ ലാസ്റ്റ് റോ എന്തായി മാറി? 0 0 1 എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മാട്രിക്സിൻ്റെ ഫോമിലോട്ടായി. ഇനി ബാക്കോട്ട് പോവുക. പോകുമ്പോൾ ഇനി എന്താണ് മാറ്റം വരുത്താനുള്ളത്? ആ 5/3നെ എന്താക്കണം? 0 ആക്കണ്ടേ? 1 0 1 0 ഫോമിലാക്കേണ്ടത്. അപ്പോൾ 5/3നെ 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഓപ്പറേഷൻ ചെയ്താൽ മതി? R2ൽ നിന്ന് 5/3 മൈനസ് ചെയ്താൽ പോരെ? 5/3 നിന്ന് 5/3 മൈനസ് ചെയ്താലല്ലേ 0 ആവുക. അപ്പം നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ R2 ഇംപ്ലൈസ് R2 മൈനസ് 5/3 ഇൻറ്റു R3. കാരണം R3ൻ്റെ തേർഡ് പ്ലേസിലാണ് 1 ഉള്ളത്. അപ്പം R2 മൈനസ് 5/3 ഇൻറ്റു R3 ചെയ്യുന്ന സമയത്ത് 1 മൈനസ് 5/3, ആദ്യത്തെ 0 മൈനസ് 0 0 തന്നെ. അപ്പം 0 മൈനസ് 5/3 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ. ദെൻ 1 മൈനസ് 5/3 ഇൻറ്റു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെ. ദെൻ 5/3 ഇൻറ്റു 5/3 മൈനസ് 5/3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ അത് 0 ആയി പോവും. സോ അതും 0 ആവും. അതേപോലെ ആ റോയിലുള്ള ബാക്കി എലമെൻസിനെയും മാറ്റം വരുത്തുക. അപ്പോൾ എന്ത് വരുന്നു? 1/3 മൈനസ് 5/3 ഇൻറ്റു 5 എന്ന് വരും. അപ്പോൾ 1/3 മൈനസ് ചെയ്ത് തന്നെ നോക്കുക കേട്ടോ. 1/3 മൈനസ് 5/3 ഇൻറ്റു 5 എന്ന് വരും. അതായത് 1 മൈനസ് 25 ഓൾ ഡിവൈഡ് ബൈ 3 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് 24/3. മൈനസ് 24/3 എന്ന് വരും. ദാറ്റ് ഈസ് -8 അല്ലേ വരിക? സോ -8 ആണോ അവസാനത്ത് വന്നത്? യെസ്, -8 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ആ റോയിലുള്ള മൊത്തം എലമെൻസിനെയും മാറ്റം വരുത്തുക. ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ 1/2നെ 0 ആക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്? R1 ഫസ്റ്റ് റോയിലാണ് 1/2 ഉള്ളത്. അപ്പോൾ R1 മൈനസ് 1/2 ഇൻറ്റു R3. കാരണം തേർഡ് പ്ലേസിൽ 1 വരുന്നത് തേർഡ് റോയിലാണ്. സോ 1/2 മൈനസ് 1/2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ അത് 0 ആയി മാറും. അതേപോലെ ആ റോയിലുള്ള മൊത്തം എലമെൻസിനെയും മാറ്റം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന മെട്രിക്സ് ആയിരിക്കും A ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ അതാണ് നമ്മളെ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണുന്ന മെത്തേഡ്. അത് വെച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ A ഇൻവേഴ്സ് കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ഇതിലെവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ A ഇൻവേഴ്സ് കാണുന്നത് പറഞ്ഞു. ഇനി നമുക്കിതിൽ ഒരു കുഞ്ഞ് സെക്ഷൻ കൂടിയാണുള്ളത്, ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കാണുന്നത് എങ്ങനെയാണെന്നുള്ളത്. സോ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കാണാൻ വേണ്ടിയിട്ട് 2 വഴികളുണ്ട്. ഒന്ന് ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചിട്ട് റാങ്ക് കാണാം, മറ്റൊന്ന് റോ എഷ്ലോൺ ഫോം ഉപയോഗിച്ചിട്ടും കാണാം. അപ്പോൾ ആദ്യത്തെ ഡിറ്റർമിനൻറ്റിൻ്റെ ഒരു സെക്ഷൻ മാത്രമാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. ഡിറ്റർമിനൻറ്റിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി. റോ എഷ്ലോൺ ഫോം എളുപ്പമാണ്, പക്ഷേ ഇതേപോലെ ഈ റോ ഓപ്പറേഷൻസ് ചെയ്ത് അതിനെ മോഡിഫൈ ചെയ്യുന്നത് കുറച്ചൊന്ന് ബുദ്ധിപരമായി ചിന്തിച്ചാൽ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് റാങ്ക് കാണുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. എക്സാമിന് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. A ഇൻവേഴ്സ് കാണുന്നതും റാങ്ക് കാണുന്നതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എ നോൺ സീറോ മെട്രിക്സ് ഈസ് സെഡ് ടു ഹാവ് റാങ്ക് K if at least one of its minors is not 0 and all minors of order more than K are 0. If we consider a 3/3 matrix, if its determinant not equal to 0, then rank equal to 2. അപ്പം ഒരു 3/3 മെട്രിക്സ് കൺസിഡർ ചെയ്യുക. ആ 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 അല്ലാത്ത വേറെ ഏതെങ്കിലും വാല്യൂ ആണെങ്കിൽ നമ്മളെ റാങ്ക് എന്ന് പറയുന്നത് 3 ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു -1 ആണ്, അല്ലെങ്കിൽ 2 ആണ്. അങ്ങനെ ഏതെങ്കിലും 0 അല്ലാത്ത വാല്യൂ ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ പറയാം റാങ്ക് ഓഫ് ദാറ്റ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറയാം. അപ്പം നമുക്ക് കിട്ടുന്ന ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആണെന്ന് വിചാരിക്കാം.
ആ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് പറയാം റാങ്ക് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 3 ആണ്. 3 അല്ല അതിൻ്റെ റാങ്ക്. അപ്പോൾ അതിന് പോസിബിൾ ആയിട്ടുള്ള റാങ്ക് എന്ന് പറയുന്നത് ഒന്നുകിൽ 2 ആവാം അല്ലെങ്കിൽ 1 ആവാം. അപ്പോൾ 1, 2, 3 ഈ 3 പോസിബിലിറ്റിയാണ് ഓർഡർ 3 വരുന്ന ഒരു മെട്രിക്സിൻ്റെ റാങ്കിന് വരാവുന്നത്. അപ്പോൾ 3 ആണോ നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഡിറ്റർമിനൻ്റ് കാണുക. അത് 0 അല്ലെങ്കിൽ റാങ്ക് 3 ആണ്. ഇനി 0 ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഓരോരോ മൈനേഴ്സിൻ്റെയും ഡിറ്റർമിനൻ്റ് കണ്ടു നോക്കുക. മൈനേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതിലുള്ള ചെറിയ 2x2 മെട്രിക്സുകളുടെയൊക്കെ മൈനർ. അപ്പോൾ 1, 2, 3, 6 എന്ന് പറയുന്നൊരു മെട്രിക്സ് ഉണ്ട്. അതേപോലെ അതിനുള്ളിൽ വേറെ ഏതൊക്കെ 2x2 ഓർഡറിൽ വരുന്ന മെട്രിക്സ് ഉണ്ട്? 2, 3, 6, 9 എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്. പിന്നെ ഏതുണ്ട്? 3, 6, 2, 4 എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് ഉണ്ട്. പിന്നെ 6, 9, 4, 6 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. അതേപോലെ 1, 2, 2, 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യാം. അതേപോലെ 2, 3, 4, 6 എന്ന് പറയുന്ന ഒരു മെട്രിക്സും കൺസിഡർ ചെയ്യാം. അത്തരത്തിൽ നമുക്ക് അതിനുള്ളിൽ കുറേ മൈനേഴ്സിനെ കാണാൻ പറ്റും. ഓരോ എലമെൻറ്റിൻ്റെയും മൈനർ. അപ്പോൾ 1ൻ്റെ മൈനറാണ് ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് എന്ന് പറയുന്നത്. അപ്പം ആ ഓരോ ഡിറ്റർമിനൻറ്റും കണ്ടു നോക്കുക. ആ കിട്ടുന്ന ഡിറ്റർമിനൻ്റ് വാല്യൂസ് ഒക്കെ 0 ആണെങ്കിൽ നമുക്ക് പറയാം റാങ്ക് എന്ന് പറയുന്നത് 1 ആണ്. ഇതിലുള്ള ഏതെങ്കിലും ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0, അതായത് അതിൻ്റെ വാല്യൂ ഒരു 1 എന്നോ 2 എന്നോ അങ്ങനെ എന്തെങ്കിലും വാല്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം റാങ്ക് ഈസ് ഈക്വൽ ടു 2 ആണെന്ന്. അപ്പം ഏതെങ്കിലും ഒന്ന് നോട്ട് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റാങ്ക് 2 ആയിരിക്കും. എല്ലാം 0 ആണെങ്കിൽ അതിൻ്റെ റാങ്ക് 1 ആയിരിക്കും. അതാണ് പ്രൊസീജിയർ പറയുന്നത്. അപ്പോൾ ആ തരത്തിലൊരു ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടപ്പോൾ -5 എന്ന് കിട്ടി. അതായത് ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ റാങ്ക് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ അതേപോലെ ഓർഡർ 2 വരുന്ന ഒരു മെട്രിക്സ് നിങ്ങൾ നോക്കി നോക്കൂ. ഫസ്റ്റത്തെ ഡിറ്റർമിനൻ്റ് -28 ആണ്. അതായത് നോട്ട് ഈക്വൽ ടു 0. സോ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ 3x3 ആയിരുന്നു മെട്രിക്സ്. ഇവിടെ 2x2 മെട്രിക്സ് ആയതുകൊണ്ട് ഇവിടെ റാങ്കിന് വരാവുന്ന പോസിബിലിറ്റീസ് ഒന്നുകിൽ 2 അല്ലെങ്കിൽ 1. ഈ 2 പോസിബിലിറ്റീസാണ് വരിക. അപ്പോൾ ഇവിടെ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് റാങ്ക് ആ മെട്രിക്സിൻ്റെ ഓർഡർ തന്നെയായിരിക്കും. സോ റാങ്ക് ഈസ് ഈക്വൽ ടു 2 ഇവിടെ വരുന്നു. ഇവിടെ 0 വന്നതുകൊണ്ട് റാങ്ക് ഈസ് ഈക്വൽ ടു 1 വരും. അപ്പോൾ അതാണ് ഇവിടെ റാങ്ക് കാണുന്നതിൽ മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ പറയാം, കാര്യം ക്ലിയർ ആയില്ലെങ്കിൽ. ഒരു എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തരുന്നു. ഒരു 2x2 ഓർഡറുള്ള മെട്രിക്സ് ആണെങ്കിൽ ഇതിൻ്റെ റാങ്കിന് വരാവുന്ന പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒന്നുകിൽ 2 വരാം അല്ലെങ്കിൽ 1 വരാം. ഇനി ഓർഡർ 3 വരുന്ന ഒരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. ABC, DEF, GHI. ഇങ്ങനെ ഓർഡർ 3 വരുന്ന ഒരു മെട്രിക്സിൻ്റെ റാങ്കിന് വരാവുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത് 3 ആവാം, 2 ആവാം അല്ലെങ്കിൽ 1 ആവാം. ഇത്രയും പോസിബിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ ഈ മെട്രിക്സിനെ സംബന്ധിച്ച് റാങ്ക് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക. ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? 2 ആയിരിക്കും. അതിൻ്റെ ഓർഡർ ഏതാണോ അത് തന്നെയായിരിക്കും അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ റാങ്ക് എന്തായിരിക്കും? 3 ആയിരിക്കും. ഇത് 3x3 മാട്രിക്സ് അല്ലേ, സോ റാങ്ക് 3 ആയിരിക്കും. ഇവിടെ 2x2 മാട്രിക്സ് ആയതുകൊണ്ട് റാങ്ക് 2 ആയിരിക്കും. ഇനി നമ്മൾ നോക്കുക, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഈ ഓർഡർ 2 വരുന്ന മെട്രിക്സിൻ്റെ കേസിൽ അത്രയേ നോക്കേണ്ടതുള്ളൂ. അത് പെട്ടെന്ന് കഴിയും. ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് 2, ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് 1. ഇനി ഓർഡർ 3 വരുന്ന കേസിലാണ് നോക്കേണ്ടത്. ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് 3. ഇനിയിപ്പോൾ നമ്മുടെ ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന് 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ റാങ്ക് ഈസ് ഈക്വൽ ടു 2 വരാം, അല്ലെങ്കിൽ റാങ്ക് ഈസ് ഈക്വൽ ടു 1 വരാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? അതിനുള്ളിലുള്ള ചെറിയ ചെറിയ ഡിറ്റർമിനൻസ് ഒക്കെ കണ്ടു നോക്കുക. ABDEൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക, BCEFൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക, DEGHൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക, ദെൻ EFHIൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക. ഇനിയുണ്ട് ABGHൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക, ദെൻ
ബി സി എച്ച് ഐൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുക, ബി സി എച്ച് ഐൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുക. ഇത്രയും ഡിറ്റർമിനൻറ്റ് കണ്ടു നോക്കുക. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നോട്ട് ഈക്വൽ ടു 0 ആയാൽ, ഏതെങ്കിലും ഒന്നെങ്കിലും നോട്ട് ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ നമ്മളെ റാങ്ക് എന്ന് പറയുന്നത് 2 ആയിരിക്കും. എല്ലാം ഈക്വൽ ടു 0 ആണ്, എല്ലാ ഡിറ്റർമിനൻറ്റും ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇതാണ് നമ്മളെ പ്രൊസീജിയർ. മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയില്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോ കേട്ട് നോക്കുക. സോ ആ രീതിക്കാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് റോ എഷ്ലോൺ ഫോം ഉപയോഗിച്ച് റാങ്ക് കാണുന്ന കാര്യം കൂടി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇൻവേഴ്സ് കാണുന്നതും റാങ്ക് കാണുന്നത് ക്വസ്റ്റ്യൻസും ആണ് ഇന്നിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ തന്നെ ഓരോ സ്റ്റെപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇത് എക്സാം ഹാളിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കാവും, നിങ്ങൾ ഏതെങ്കിലും വഴിക്കൊക്കെ ചെയ്തു പോവും, ആൻസറിലോട്ട് എത്താൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു.